രജിസ്ട്രേഷൻ നടക്കുകയാണ് ഗൈസ്. നമ്മുടെ ഗോകുൽ മോനും അമൽ മോനും എത്തിയിട്ടില്ല. വിത്ത് ലഗേജാണ് വരുന്നത്. ഈ അകത്ത് ഹബ്ബിൽ കയറിയിട്ട് തന്നെ ഏകദേശം 1 കിലോമീറ്റർ നടക്കാനുണ്ട് അകത്തോട്ട്. അപ്പോൾ അവന്മാർ ഇവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങോട്ട് പോയിട്ട് ലഗേജും എല്ലാം കൊണ്ടുവന്നു. പിന്നെ ഇവിടെ ടേബിൾ റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്ത് ബാക്കി കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതും കൂടെ കഴിയുമ്പോഴേ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നത് ഫോമോ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാനുണ്ട്. എല്ലാവരും ഫില്ല് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ഡാൻസേഴ്സ് ഉണ്ട്. പിന്നെ കോർഡിനേറ്റേഴ്സും വോളണ്ടിയേഴ്സൊക്കെ ഉണ്ട്, പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാനൊക്കെ ആയിട്ട്. സ്റ്റേജിൻ്റെ കാര്യങ്ങളും ചുറ്റൊക്കെ പരിപാടികളൊക്കെ നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഐ തിങ്ക് അവിടെ നിന്നാണ് പഠിപ്പിക്കുന്നതെന്ന് തോന്നുന്നു. ആ കാണുന്ന കറുത്ത സ്പോട്ടിൽ നിന്നായിരിക്കും പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നു. അമലും ഗോകുൽ മോനും എത്തിയിട്ടുണ്ട്. സകലമാന ലഗേജും എല്ലാം ആയിട്ട്. എന്താണ് ഒരു പ്ലാൻ ചേഞ്ച് ആയത്? പെട്ടെന്ന് എന്താണ് ഒരു പ്ലാൻ ചേഞ്ച് ആയത്? ഈശ്വര, ആ സെക്യൂരിറ്റിക്കാരെ എന്തോ വിളിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഭയങ്കര ചടങ്ങായിരിക്കും. എന്താ മൊത്തേ ജാടയാണോ? ബാഗോടെ ഗൈസ്, നമ്മുടെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതെ, കൈപ്പൊക്കെ കാണിക്കും. അതൊന്നും അവൻ കാണിക്കില്ല. നിങ്ങളാ അതൊന്നും അവൻ അറിഞ്ഞൂടാ. ബ്ലോഗൻ വന്നിരിക്കണം. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നടക്കത്തില്ല. എപ്പോഴാ മണ്ട. ഓക്കെ ഗൈസ്, ബാഗ് കിട്ടിയിട്ടുണ്ട്. തിരിഞ്ഞിക്കണം. പിന്നെ എന്താ ബാഗ് കിട്ടിയിട്ടുണ്ട് കണ്ടോ? ബാഗ്, പിന്നെ സർട്ടിഫിക്കറ്റ്, ബാക്കി ഐറ്റംസ്. പിന്നെ ഇതാണ് മെയിൻ ഐറ്റം. ഇതില്ലാന്നുണ്ടെങ്കിൽ കയറാൻ സമ്മതിക്കത്തില്ല നാളെ തൊട്ട്. ഇത് അഴിച്ച് ബാത്റൂമിൽ പോകുമ്പോൾ ഇത് കയ്യിൽ വേണം. ഇത് വാട്ടർ പ്രൂഫാണ്. ഇത് കൈ നവുക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞത്. 8 ദിവസം കഴിഞ്ഞിട്ട് ഇനി ഇത് എടുക്കാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെയാണ് പരിപാടി. അപ്പോൾ ഇതൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞാൽ ഈ കറിയിലൊക്കെ അത് തന്നെ കാവടി ഇല്ല ഉണ്ട് ഓണം. ഈ ഷൊണ്ണകൾ ഇങ്ങനെ പലതും പറയും. They are very big ഷൊണ്ണ. If you're from the west side, Cali born and raised, right? From the town with the palm trees and good vibes. 2 കിലോമീറ്റർ നടന്നാൽ ഗൈസ്. കുറേ സമയമായി, പക്ഷേ ഇതുവരെയ്ക്കും ഞങ്ങൾക്ക് റൂം കിട്ടിയിട്ടില്ല. ഏകദേശം നമുക്ക് പറ്റുന്ന റൂം കിട്ടിയിട്ടില്ല. ഏകദേശം ഒരു 2-3 കിലോമീറ്റർ 1 കിലോമീറ്റർ കുറേ നടന്നു ഗൈസ്. അതിനിടയ്ക്ക് വെച്ച് മഴ പെയ്യും, ഞങ്ങൾ എവിടെയെങ്കിലും കയറി നിൽക്കും. വീണ്ടും മഴ പെയ്യും, ഞങ്ങൾ എവിടെയെങ്കിലും കയറി നിൽക്കും. അങ്ങനെ ഇപ്പം ഇതിലാണൊരു പ്രതീക്ഷ. ഈ സ്ഥലം കണ്ടോ? പൊളിയല്ലേ? അങ്ങനെ ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ചിടം സ്ഥലത്തെത്തിയിട്ടുണ്ട്. രണ്ടുപേരും നടക്കുന്നുണ്ടോ? നടന്നു ഊപ്പാട് വന്നു. റോഡൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ചാടി തിരിഞ്ഞ് മറിഞ്ഞൊക്കെ വന്നതാണ് ഗൈസ്. പക്ഷെ നല്ല സ്ഥലം, അടിപൊളി സ്ഥലമല്ലേ? ഒരു കേരള ടച്ച് ഉണ്ട്. ഇല്ല, കേരള ടച്ച് ഇല്ല. ബാംഗ്ലൂർ ടച്ച് ഉണ്ടാ? അതെ, പഴം. പിന്നെ ഇതൊക്കെ തിന്നെ പട്ടി. എന്താ പറയാ? മനസ്സിലായി. നീ എന്തോ കൊണ്ടുനടക്കണം കഴിക്കാനായിട്ടോ. മനസ്സിലായി. ഹിന്ദിയിൽ പറഞ്ഞടാ. അടുത്ത് അല്ല ശരി. എന്താ പറ്റി? ടച്ച് ചെയ്തിരിക്കും. എൻ്റെ അമ്മ വശപ്പശക്ക് ലുക്കാണല്ലോ. കമ്പാണ് വിചാരിച്ചടാ. യൂണിയൻ്റെ അടുത്ത് വരുന്നു. കൊച്ചിനെ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ട്. കയറിയിട്ട് റൂമിൽ നിന്ന് ഓർഡർ ചെയ്ത മെതുവോടെ എത്തിയിട്ടുണ്ട്. അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ് നമ്മൾ ഓർഡർ ചെയ്തത് ഈ ഐറ്റാണ്. പിന്നെ അത് നാളെ പാവഭാജിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. കാണാം. നമ്മൾ ആദ്യമായിട്ടാണ് ഫുഡ് കഴിക്കുന്നല്ലേ. ഫുഡ് കഴിക്കാനുള്ള സ്ഥലമൊക്കെ അന്വേഷിച്ച് നമ്മളത് Town with the palm trees and good vibes. You know the best vibes, soaking up the sunshine.
and we hustle cause we tryna live a good life. I'm driving down the coast, homies in the back bumping loud. ഗൈസ്, ഇവിടെയുള്ള നല്ലവനായ ഒരു ഹിന്ദിക്കാരൻ വളരെ വളരെ വൃത്തികെട്ട ഒരു വലിപ്പീര് പരിപാടി നമ്മളടുത്ത് കാണിച്ചു. ചൂടുവെള്ളം, ഹോട്ട് വാട്ടർ ഞങ്ങൾ ചോദിച്ചു, വെള്ളം മിനറൽ വാട്ടർ എടുക്കാണ്ടിരിക്കാൻ വേണ്ടി. ബുദ്ധിമാനായ മനുഷ്യൻ മിനറൽ വാട്ടർ വെച്ച് വെള്ളം ചൂടാക്കി കൊണ്ടുവന്നിട്ട് അതിൻ്റെ പൈസ കൂടെ അടിച്ച് തന്നിട്ടുണ്ട്. പിന്നെന്തുവാ പിന്നെ വേറെ വെള്ളം ആ ബോട്ടിൽ ഗ്ലാസ് ഇരിക്കുന്ന വെള്ളമില്ലേ, അത് തിരിച്ച് ബോട്ടിലാക്കി തരാൻ പറഞ്ഞു. ബാക്കി ഇരിക്കുന്ന വെള്ളം തണുപ്പിച്ച് നീ മലയാളത്തിൽ പറഞ്ഞാൽ ഹിന്ദിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. തിരിച്ച് ബോട്ടിലാക്കി തരാം. 10 കിട്ടുള്ളൂ, 2 മാസം 10 കിട്ടുള്ളൂ, 2 മാസം ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഗോകുമോനെ ഫുഡ് എക്സ്പീരിയൻസ്? പോരായിരുന്നു എന്നുള്ളത് മാത്രമല്ല, ആക്ച്വലി കട അറിയില്ല, എവിടെ നിന്നാണ് കഴിക്കുന്നതെന്ന് അറിയില്ല. ഒരു തലവെക്കൽ പരിപാടിയാണ്. ഇത്രയും പരമച്ചറ്റത്തരം അത് മാറി. സ്ട്രാറ്റജി കൊള്ളാം, അവരുടെ സ്ട്രാറ്റജി കൊള്ളാം. നമ്മളെ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് കേട്ടോ. ഇല്ലല്ല, ഞാൻ കണ്ട്. അപ്പോൾ ഭയങ്കര ഒരു ബുദ്ധിയായി പോയി കേട്ടോ. മിനറൽ വാട്ടർ നമ്മൾ ഹോട്ട് വാട്ടർ ചോദിക്കുമ്പോൾ നൈസിന്. പക്ഷേ പിന്നെ നല്ല വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പക്ഷേ കൊണ്ടുവന്ന ഗ്ലാസ് പൊട്ടിയ ഗ്ലാസ് കുടിക്കാൻ പറ്റിയില്ല. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനസ്സമാധാനം ഉള്ളത്. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നല്ല രീതിക്ക് മലയാളത്തിൽ എന്ത് വേണമെങ്കിലും പറയാം, ചിരിച്ചുകൊണ്ട് പറയണമെന്നേ ഉള്ളൂ. എടാ മണ്ട, എടാ ഷൊണ്ണേ, ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ദിവസം. ഹോസ്റ്റലിൽ റൂം ബുക്ക് ചെയ്യാൻ പോയപ്പോൾ, പിന്നെ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചപ്പോൾ ഇതൊക്കെ നമുക്ക് കിട്ടുന്ന അബദ്ധങ്ങളാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ല ഒന്നാമത്തെ കാര്യം. സോ കൈൻഡ് ഓഫ് എക്സ്പ്ലോറിങ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഒരു തരത്തിൽ ഇത് ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ. ഇങ്ങനെ പഠിക്കേണ്ട ഒരുപാട് നമ്മൾ വേറൊരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്ത് നമ്മൾ ചെയ്തു കഴിഞ്ഞാലും പിന്നൊരു അവസരം നമ്മൾ വിട്ടുപോകും. എപ്പോഴായാലും ഈ ഒരു സംഭവം വരും. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ അത് എങ്ങനെയാണ് എന്തൊക്കെയാണ് കഴിക്കണം. പക്ഷെ ഞാൻ ഓർഡർ ചെയ്തത് ഇഡ്ഡലി വട ഇഡ്ഡലി ആ സംഭവമായിരുന്നു. ഇവന്മാർ പറഞ്ഞ് വേണ്ടാന്ന്, പക്ഷെ ഞാൻ ട്രൈ ചെയ്തു, പക്ഷെ കൊള്ളത്തില്ലായിരുന്നു ഒബ്വിയസ്ലി. ഇനിമാർ പറഞ്ഞു നമ്മൾ കേരളത്തിലുണ്ടെങ്കിൽ കേരളത്തിലെ ഫുഡ് കഴിക്കാം, ഇപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ ഇവിടുത്തെ ഫുഡ് കഴിക്കണം. അതാണ് ആക്ച്വലി അതിനൊരു ഗുഡ് ക്വാളിറ്റി കിട്ടണമെങ്കിൽ അതാ. പക്ഷെ എന്നിട്ടും ഇവർ പാവ് ഭാജി ഫെയിലായി പോയപ്പോൾ എനിക്ക് സന്തോഷം. ശരിയാണ്, അത് ഷോക്കായിപ്പോയി. ഞാൻ ഇങ്ങനെ ഒരു ഷൊണ്ണൻ ഉണ്ടാവുന്നത് ആരെങ്കിലും വിചാരിച്ചാളിയാ? പാവ് ഭാജി എന്ന് പറഞ്ഞിട്ട് അയ്യോ എൻ്റെ അമ്മയെ പെട്ടുപോയി. അയ്യോ പാവ് ഭാജി അല്ല, പാവ് ഭാജിയും പോട്ട് കോഫി. എൻ്റെ പൊന്ന് ഗൈസ്, ഒരു കപ്പ് കോഫി ഉണ്ടെന്ന് ഞാനും മുബാ മുനീർ ഓർഡർ ചെയ്തതാണ്. കോഫീനെ കുറിച്ച് ചോദിക്കാത്തതെന്നറിയാം, അവൻ ചീത്ത എല്ലാം വിളിച്ച് പറയും. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാത്തത് ക്യാമറ കൊണ്ട്. അമ്മാതിരി കോഫിയായിരുന്നു. സത്യം പറയാം, അവർ ആക്ച്വലി കറക്റ്റ് ആയിരുന്നു. കുറ്റം പറഞ്ഞ കാര്യമില്ല. ബ്ലാക്ക് ടീയാണ് ചോദിച്ചത്. അവർ ചായപാത്രത്തിൽ ബ്ലാക്ക് കളർ, കറക്റ്റ് കറുപ്പ്, ഒരു കളറിന് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമില്ല. ബ്ലാക്ക് കളർ ഇത്രയേ ഉള്ളൂ. എനിക്കതല്ല, ഞാനും മുബാ മുനീറും കൂടെ കോഫി ഓർഡർ ചെയ്യുന്നതിന് മുമ്പേ പാലൊക്കെ ഇവിടെ യൂസ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ബ്ലാക്ക് കോഫി തന്നെ ഓർഡർ ചെയ്തത്. അപ്പോൾ നല്ല പൊളിയായിരുന്നു. എന്താ ഗൈസ്, വെള്ളം പഴം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിനി ചെറിയൊരു പർച്ചേസ് ഉണ്ട്. ഞങ്ങൾ നാളെ രാവിലെ ഏർലി മോർണിംഗ് ഇവിടെ കടയും തുറക്കാത്തതുകൊണ്ട് കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റവും അതേപോലെ കുടിക്കാനായിട്ട് മിനറൽ വാട്ടറും ഐറ്റംസൊക്കെ എല്ലാം സെറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. മുബാ മുനീർ ഉണ്ടറാ നിന്റെ തല. അയ്യോടാ ഷൊണ്ണേ, ഈ വീഡിയോ ഇറങ്ങുമ്പോൾ ചേട്ടൻ്റെ കിട്ടും കേട്ടോ. മോനീറിഞ്ഞ് വാ. ഷോപ്പിൻ്റെ തലേ ദിവസം പെണ്ണിൻ്റെ തലയിൽ വെള്ളം കൂടെ ഒഴിച്ച് ചെങ്കിടി കുലിക്കട തെണ്ടി. അങ്ങോട്ട് ചെല്ല് തങ്കു.
എന്റെ കൈ ഞാൻ ഇങ്ങനെ ഓടിച്ചു നോക്കിയപ്പോൾ വണ്ടിയിലെ ഓട്ടോ. നമ്മൾ വീണ്ടും പാവപ്പച്ചി കടയിലേക്ക് പോകാം. ഇങ്ങനെ ഓർമ്മിപ്പിക്കല്ലേ കോരമോടാ. തങ്കു വേണം ചതിക്കാൻ കൂടെ ഹനുമാൻ ദൈവമായിട്ട് എങ്ങോട്ട് ആദിപുരുഷ് കാണാൻ പോകണം. Ain't got no worries, this my home. I don't plan on leaving. There ain't nothing better than the west side. That's and right. I'm like, ooh, we on the map. We get the bag and they run it back. And I'm like, ooh, we on the map. We get the bag and they run it back. And I'm like, ooh, we on, we know. കാണാം ക്യാമറ മത്തിന് എന്തെങ്കിലും കടി. ഇതാണ് നമ്മുടെ പപ്പ. കാണുന്നുണ്ടല്ലോ പക്ഷെ കൊള്ളാം. ഫൈനലി അഖിൽമാര പിന്നെ ഗൈസ് അങ്ങനെ നമ്മൾ പബ്ബിൽ നിന്ന് ഇറങ്ങി. വളരെയധികം വലിയൊരു പരാജയമായിരുന്നു പബ്ബ്. ഭയങ്കര മോശമായ പബ്ബായിരുന്നു. വളരെയായിട്ട് ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു ഗൈസ് പബ്ബിൽ. നിങ്ങൾ ചെറിയ വീഡിയോ ക്ലിപ്സൊക്കെ കണ്ടു കാണും. ഭയങ്കര പൊളിയാണ്. രണ്ടുണ്ടല്ലോ നമ്മുടെ കയ്യിൽ. നല്ല അടിപൊളി പബ്ബായിരുന്നു ഗൈസ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്ര ലെവൽ പബ്ബായിരുന്നു അത്. എത്ര ആൾക്കാരായിരുന്നു അതിനകത്ത്. നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല. എന്തിനാ ചിരിച്ചേ ഗൈസ്? പ്രണയിക്കുമ്പോൾ മതിമറന്ന് പരിസരം മറന്ന് പ്രണയിക്കുന്ന ആൾക്കാരെ, സൊള്ളുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? കാണാനായി ഞാനൊരു കാഴ്ച തരാം. കണ്ടോളൂ 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 കണ്ടോളൂ. അഭിനയിച്ചാണ് നടക്കുന്നത്. എക്സ്പ്രഷൻസ് കണ്ടോ? എല്ലാം വ്ളോഗ് ചെയ്യണം അല്ലടാ? ഷൊണ്ണേ വേഗം. ഒരു കോർഡിനേഷന് പാടാ, സമയത്തിന് പാടാ. അവിടെ 5, 6 നിൽക്കുകയാണ്. ആ ശരിയാ. 5, 6, 7 go. ഇല്ല അങ്ങനെയൊന്നും എവിടെ ഇളകണം? എവിടെ ഇളകണം? ഇപ്പൊ ഞാൻ ടൈറ്റാക്കി പിടിച്ചു. ഇനി ഇല്ലക്കന്നെ ടൈറ്റ് ആക്കണം. അതല്ല അങ്ങനെ ആകിയത്. अरे भाई क्या भाई ആ ഇത് കൊള്ളായിരിക്കും. അതിൽ ഫോട്ടോ വരും. Bye guys. Bye. End of day one.